കഴിഞ്ഞ ദിവസം ലഹരി പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ നിന്നിറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിൽ എന്ന വിവരമാണ്. എന്നാൽ ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്യാൻ നിലവിൽ ഉദ്ദേശമില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ആവശ്യമെങ്കിൽ നടനെ രാസപരിശോധനയ്ക്ക് വിധേയനാക്കും. ഹോട്ടലിൽ ഷൈൻ ടോം ചാക്കോയെ 3 പേർ കാണാനെത്തിയെന്ന് പോലീസ് പറയുന്നു. ഷൈനെ മുറിയിലെത്തി കണ്ടെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് ഒരു സുഹൃത്ത് മൊഴി നൽകി. ഹോട്ടൽ റിസപ്ഷനിൽ നിന്നെത്തിയ ഫോണിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈൻ ഇറങ്ങിയോടിയതെന്നും ഈ സുഹൃത്ത് പോലീസിനെ അറിയിച്ചു. ഇപ്പോൾ കൊച്ചി നാർക്കോട്ടിക് ACP മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങൾ. ഹോട്ടലിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, പബ്ലിക് പ്ലേസും മറ്റു DJ പാർട്ടി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇടയ്ക്ക് പരിശോധന നടത്താറുണ്ട്. അതിൻ്റെ അതെ, അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലത്തും പരിശോധന നടത്തും. ഇല്ല 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 ഡാൻസ് ആപ്പിന് കിട്ടിയിട്ടില്ല. മറ്റൊരു സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾക്ക് അതെ അതെ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഇപ്പം. അന്ന് രാവിലെ മുറി എടുത്താണ്, വെളുപ്പിന് 5:15 മുറി എടുത്താ. അവരെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഉണ്ട്, അറിയാം. ഇല്ല ഇല്ല, അയാളെ വന്നിട്ടില്ല അവിടെ മുറിയിൽ. ഇല്ല 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 ചോറിനായിട്ട് തോന്നുന്നില്ല. മുറി പൊട്ടി വിളിച്ചിട്ട് തുറക്കുന്നുണ്ടായില്ല, പലവട്ടം വിളിച്ചിട്ട് തുറന്നു. അപ്പോൾ പോലീസാണെന്ന് സംശയം വന്നിട്ട് പോയതായിരിക്കും. ചോർന്നിട്ടൊന്നുമില്ല വിവരം. അല്ല, മേലുദ്യോഗസ്ഥരായിട്ടില്ല, ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അവിടെ നോക്കുന്നത് അവിടെ ചെന്നിട്ടുണ്ടായതാണ്, പരിശോധന നടത്തിയില്ല, അവിടെ ചെന്നിട്ടുണ്ടായതാണ് മനസ്സിലായത്. ശരി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലുണ്ട് എന്ന് വിവരം വരുന്നു. ഷൈനായി കഴിഞ്ഞ ദിവസം വലിയ തെരച്ചിലായൊന്നും നടത്തിയില്ല, കാരണം ഷൈനെതിരെ കേസൊന്നുമില്ല. പക്ഷേ ഷൈൻ വരുമ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചറിയും എന്ന രീതിയിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന ഒരു സുഹൃത്ത് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ തിരികെ എത്താൻ ഷൈൻ ടോം ചാക്കോ വൈകുന്നത് എന്താണ്? ക്രിസ്റ്റീന, നമ്മൾ ഇന്നലെ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതായത് ഷൈനെതിരെ നിലവിൽ പരാതികളോ കേസുകളോ ഇല്ല. ഇന്നലെ നാർക്കോട്ടിക് ഡാൻസ് ഓഫ് നടത്തിയ പരിശോധനയിൽ ആ മുറിയിൽ നിന്ന് ലഹരി വസ്തുക്കളും കണ്ടെത്തിയില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഇയാളെ ഷൈൻ ടോം ചാക്കോയെ പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യവും പോലീസിനെ സംബന്ധിച്ചിടത്തോളം, കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള എവിഡൻസുകളൊന്നും ലഭിച്ചിട്ടില്ല. പോലീസിനെ സംബന്ധിച്ച് ഒരു ആശങ്കയുള്ളത് ഈ പോലീസ് പരിശോധനയ്ക്കിടയിൽ ഇയാൾ എവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതെന്തിനാണ് എന്നുള്ളത് മാത്രമാണ് പോലീസിന് മുൻപിലുള്ള ചോദ്യം. ഒരു സംശയമായുള്ളത് ഇയാളുടെ പക്കൽ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരിക്കാം, അത് മറക്കുന്നതിന് വേണ്ടി ഓടി രക്ഷപ്പെട്ടതാകാം എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു അനുമാനം. അതിപ്പോൾ ഷൈനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിൽ അതിലൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്. മേലുദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി അവരുമായി തീരുമാനിച്ച ശേഷം മാത്രമേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകൂ എന്നാണ് അല്പസമയം മുമ്പ് കൊച്ചി ACP നാർക്കോട്ടിക് ACP അബ്ദുൽ സലാം പറഞ്ഞത്. അതല്ലാതെ ഈ കേസുമായി ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് മറ്റു തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഷൈനെ തിരഞ്ഞ് ഞങ്ങൾ തമിഴ്നാട്ടിലേക്കൊന്നും പോകുന്നില്ല, അദ്ദേഹം തമിഴ്നാട്ടിലുണ്ട് എന്നുള്ളതാണ് വിവരം. പക്ഷേ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുറകെ പോയി പിടിക്കേണ്ടതില്ല എന്നാണ് അവർ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞിരിക്കുന്നത്. ഷൈൻ്റെ ഹോട്ടൽ മുറികളിൽ ഏകദേശം 3ഓളം പേരാണ് അന്ന് എത്തിയത്. അതിൽ ഒരു പ്രധാന ഡ്രഗ് ഡീലർ ഉണ്ടായിരുന്നു എന്നൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ പരിശോധന നടത്തിയത്. പക്ഷേ അയാളെ കണ്ടെത്താനായില്ല, അയാൾ ആ മുറിയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ എന്നാണ് പോലീസ് പറയുന്നത്. അയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഷൈൻ ടോം ചാക്കോയുടെ ലഹരി പരിശോധനയുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളുടെ ഭാഗമായി അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത് മേലുദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കും. അതല്ലാതെ ഒരു കസ്റ്റഡിയിലേക്ക് പോകുന്നില്ല എന്ന് വളരെ ക്ലിയറായി തന്നെ കൊച്ചി ACP പറയുന്നുണ്ട്. ഇനി തുടർ നടപടികൾ അത്തരത്തിലായിരിക്കും സ്വീകരിക്കുക. ഈ ഷൈൻ 5 ദിവസമായി നിരീക്ഷണത്തിലാണെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഷൈൻ എന്തിന് ഓടി, അതിന് സുഹൃത്ത് ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിനുപരിയായി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതിൽ വ്യക്തതയുണ്ടോ? മറ്റൊന്ന്, ഷൈൻ ടോം ചാക്കോയുടെ മുടി രാസപരിശോധനയ്ക്ക് അയക്കും എന്നുള്ള വാർത്തകളും വരുന്നുണ്ടല്ലോ. ഒരു 90 ദിവസമൊക്കെ അല്ലെങ്കിൽ 3 മാസമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെത്താം എന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? അത്തരം തീരുമാനത്തിലേക്ക് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം നാർക്കോട്ടിക് ACP തന്നെ ചേരുന്നുണ്ട്. സാറേ,
ഈ ഷൈൻ്റെ വൈദ്യപരിശോധന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നീക്കം നമ്മൾ നടത്താൻ സാധ്യതയുണ്ടോ? മേലുദ്യോഗസ്ഥരായിട്ട് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കുള്ളൂ. നമുക്ക് അങ്ങനെ പറ്റുമോ? നിലവിൽ സാധ്യതയുണ്ട്, അതിന് നിയമസാധ്യതയുണ്ട്, പരാതിയും കേസൊന്നും ഇല്ലാത്ത പശ്ചാത്തലത്തിൽ അതിന് ഇല്ല, അത് മേലുദ്യോഗസ്ഥരായിട്ട് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കുള്ളൂ. ഇയാൾ നമ്മളെ കണ്ടു ഭയന്ന് ഓടിയതാണോ? അങ്ങനെ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടോ? പോലീസാണെന്ന് വിചാരിച്ചിട്ട് തന്നെ ഓടിയത് അയാൾ മുട്ടിയപ്പില്ലേ. അതിനെന്തെങ്കിലും നമ്മളൊരു സംശയം, ഇപ്പോൾ ലഹരി വസ്തുക്കൾ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും? കാരണം നമുക്ക് അറിയില്ല കറക്റ്റായിട്ട്. കാരണം ഇപ്പം പറയാൻ പറ്റൂല എന്താ കാരണം എന്ന്. ഇയാൾ നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു അല്ലേ കുറച്ച് ദിവസമായിട്ട്? നമ്മൾ എല്ലാവരും നിരീക്ഷിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരും നിരീക്ഷിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഷൈന നമ്മൾ തമിഴ്നാട്ടിലാണ് ഐഡന്റിഫൈ ചെയ്തെങ്കിൽ അവിടെ പോയി എടുക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ലല്ലേ? നിലവിൽ കേസിലൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് പോയി ഇല്ല, എടുക്കേണ്ട അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ സാർ കൂടിക്കാഴ്ച അല്ലെങ്കിൽ മീറ്റിംഗ് എന്തെങ്കിലും യോഗോ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരായിട്ട് ചർച്ച ചെയ്ത് അവരുടെ തീരുമാനപ്രകാരം ചെയ്യുള്ളൂ. സാർ ഈ സിനിമാ സെറ്റുകളിൽ തുടർ പരിശോധനകൾ അങ്ങനെ ഒരു ആലോചന? എല്ലാ സ്ഥലത്തും പരിശോധന നടത്തുന്നുണ്ട്. ഈ ഓപ്പറേഷൻ ചെയ്യാണ്ട് ഈ മാസം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലത്തും പരിശോധന ഉണ്ട്. അതാണ് ക്രിസ്റ്റീന ഷൈനുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അയാൾക്കെതിരെ ഒരു പരാതിയില്ല. ഒരു പശ്ചാത്തലത്തിൽ അയാളുടെ മുടിയടക്കം പരിശോധിക്കുന്നതിൽ പോലീസിന് പ്രതിസന്ധിയുണ്ട്. അത് കോടതിയിലേക്കൊക്കെ പോയാൽ പോലീസിന് വലിയ വിമർശനങ്ങൾക്കൊക്കെ വഴിവെക്കും. ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി നടത്തുന്ന പരിശോധനയാണ്. അതായത് ഇന്ന് രാവിലെ ഇപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് പരിസരത്ത് ഏകദേശം 5 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു. കൊച്ചി സ്വദേശിയായ സച്ചിനും അതോടൊപ്പം തന്നെ ഒഡീഷ സ്വദേശിയെയുമാണ് പിടികൂടിയിട്ടുള്ളത്. അത്തരത്തിൽ ഈ ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായി സിനിമാ സെറ്റിൽ കൂടി പരിശോധനകൾ വ്യാപിപ്പിക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ചില പരാതികളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലുണ്ട് എന്ന് പോലീസിന് വളരെ ക്ലിയറായി അറിയാം. പക്ഷേ ഷൈനെ കസ്റ്റഡിയിലെടുക്കേണ്ട സാഹചര്യം നിലവിലില്ല. ഷൈനെ വിശദമായി ചോദ്യം ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളത് മേലുദ്യോഗസ്ഥരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അതായത് ഇതിൽ വളരെ ക്ലിയറായി മനസ്സിലാകുന്നത് ഇതിൽ എന്തെങ്കിലും തുടർ നടപടികൾ മറ്റ് സമാന്തര തെളിവുകളൊക്കെ പരിശോധിച്ച് വരികയാണ്. അതിലൊക്കെ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ മാത്രമേ ഷൈനെ കസ്റ്റഡിയിൽ എടുത്ത് അല്ലെങ്കിൽ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കൂ എന്നാണ് ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്ന നിലപാട്. ശരി, ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ പൊള്ളാച്ചിയിലാണ്. എന്നാൽ തമിഴ്നാട്ടിൽ പോയി ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന നിലപാടിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. കൂടുതൽ കാര്യങ്ങൾ മേലുദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. പ്രേക്ഷകരും ഞാനും ഒക്കെ ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് ഈ മേലുദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്താണ് പോലീസ് തീരുമാനിക്കുന്നത്, ഏത് രീതിയിലാണ് മറ്റു കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് കടക്കുന്നത് എന്നതനുസരിച്ചാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്.